വെൽക്കം ടു സി മാർലോ ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോഴ്സസിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസാണ് നമ്മൾ നോക്കുന്നത്. സോ ക്രിസ്റ്റഫർ മാർലോ അദ്ദേഹം 1564 കാൻറ്റർബറിയിലാണ് ജനിക്കുന്നത്. അപ്പോൾ വളരെ ധനികനായ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഷൂ മേക്കറായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹം കാംബ്രിഡ്ജിലെ കോപ്പേഴ്സ് ക്രിസ്റ്റി കോളേജിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ BA MA എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. അപ്പം അതിന് മുന്നേ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ഇഷ്യൂസൊക്കെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം ലണ്ടനിലെത്തി തോമസ് നാഷ്, തോമസ് കിഡ് പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ഡ്രമാറ്റിസ്റ്റുമായിട്ട് എഴുത്തുകാരുമായിട്ട് അവരുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്രാമ ടാമ്പർലൈൻ ദി ഗ്രേറ്റ് അദ്ദേഹം സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ആളുകൾ അത് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം ഒരു നല്ലൊരു ഡ്രമാറ്റിസ്റ്റ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സഹായകമായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്രാമയായിട്ടുള്ള ടാമ്പർലൈൻ ദി ഗ്രേറ്റ് ആയിരുന്നു. പിന്നീട് ഒരു 6 years അദ്ദേഹം ഷോർഡിച്ച് എന്ന് പറയുന്ന ഒരു തിയേറ്റർ പ്രദേശത്താണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം ദ സ്പാനിഷ് ട്രാജഡി എഴുതിയിട്ടുള്ള തോമസ് കിഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് തോമസ് കിഡ് ക്രിസ്റ്റഫർ മാർലോയുമായിട്ടുള്ള ആ ഒരു സഹവാസം, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം പറയുണ്ടായിരുന്നു. മാർലോ എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഒരു ഹൃദയമുള്ള ഒരാൾ, അതുപോലെ തന്നെ ഒരു വയലൻറ്റ് ടെമ്പറുള്ള ഒരാളായിരുന്നു എന്ന് ക്രിസ്റ്റഫർ മാർലോയെക്കുറിച്ച് തോമസ് കിഡ് അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുണ്ടായി. ക്രിസ്റ്റഫർ മാർലോയുടെ പ്രധാനപ്പെട്ട ഗ്രേറ്റസ്റ്റ് പ്ലേസ് ആയിരുന്നു ടാമ്പർലൈൻ, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ദ ജ്യൂ ഓഫ് മാൾട്ട ആൻഡ് എഡ്വേർഡ് സെക്കൻഡ്. അതുപോലെ ക്ലാസിക്കൽ വർക്ക്സിൽ ഓവിഡിൻ്റെ എമോസ്, അതുപോലെ ലെഗാൻസിൻ്റെ ബ്രസീലിയ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ വർക്കുകളൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയിംസാണ് ദ മെസാക്രഡ് പാരീസ് ആൻഡ് ഹിയർ ആൻഡ് ലണ്ടൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പോയിംസാണ്. ക്രിസ്റ്റഫർ മാർലോയുടെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നിരുന്നാലും അതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ വർക്കിനകത്തും, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്നാണ് ഡോക്ടർ ഫോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം ഡോക്ടർ ഫോഴ്സസിൻ്റെ മേജർ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ മെയിൻ ക്യാരക്ടർ ഫോഴ്സസ് ആണ്. ഒരു വിറ്റൻബർഗിലെ ഒരു സ്കോളറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ ഫോഴ്സസിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഡോക്ടർ ഫോഴ്സസ് പോകുന്നത്. അപ്പോൾ ഡോക്ടർ ഫോഴ്സസിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ മെഫിസ്റ്റോഫൽസ്. ഇതിനകത്തുള്ള ഡെവിളാണ് ഫോഴ്സസ് വിളിക്കുന്ന, അല്ലെങ്കിൽ ഫോഴ്സസിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിളിക്കുന്ന ഒരു ഡെവിളാണ് മെഫിസ്റ്റോഫൽസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഗുഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ. അതായത് ഇവിടെ ഡോക്ടർ ഫോഴ്സസ് ചെയ്യുന്ന പല കാര്യങ്ങളെയും അതിന് നേരായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ, അതായത് ഇതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഗുഡ് ഏഞ്ചലും, അതേപോലെ തന്നെ ഈ തിരുത്തലുകളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാതെ അതിൽ നിന്ന് എന്ത് കാര്യമാണോ ഫോഴ്സസ് ചെയ്യാൻ പോകുന്നത് അതിൽ നിന്ന് പിൻവാങ്ങാതെ കൂടെ വീണ്ടും അതിലേക്ക് തന്നെ ടെംപ്റ്റ് ചെയ്യിക്കുന്ന ഈവിൾ ഏഞ്ചലിനെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വൺ ഓൾഡ് മാൻ. ഈ ക്ലൈമാക്സിൽ ഡ്രാമയുടെ ക്ലൈമാക്സിൽ നമ്മൾ ഓൾഡ് മാനെ കാണാം. അതുപോലെ നമുക്കറിയാം ഗ്രീക്ക് ഡ്രാമകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കോറസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നറേറ്റ് ചെയ്യുന്നത്, അതിന് കമൻറ്റ് ചെയ്യുന്നത് കോറസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഗ്രീക്ക് ട്രാജഡീസിലുമുള്ള അതേപോലെ തന്നെ ഇവിടെ ആ ഒരു ഗ്രീക്ക് ട്രാജഡി മോഡലിലാണല്ലോ പിന്നീട് പല റൈറ്റേഴ്സും എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോറസിൻ്റെ പ്രാധാന്യം ഡോക്ടർ ഫോഴ്സസിൽ വളരെയധികം അർഹിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് വാഗ്നർ, ഫോഴ്സസിൻ്റെ സെർവൻ്റാണ്.
അതുപോലെ റോബിൻ റാഫ് ക്ലൗൺ, അതുപോലെയുള്ള കുറച്ച് 1-2 പേരും കൂടി നമ്മൾ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കഥാപാത്രങ്ങളിലൂടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ഡ്രാമ അല്ലെങ്കിൽ ആ ഒരു പ്ലേ എങ്ങനെയാണ് ക്രിസ്റ്റഫർ മാർലോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ കഥയിലെ ഇതിവൃത്തം എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് ബൈ ക്രിസ്റ്റഫർ മാർലോ. ജർമ്മനിയിലെ വിറ്റൻബർഗിൽ ജീവിച്ചിരുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളറായിരുന്നു ഡോക്ടർ ഫോസ്റ്റസ്. അദ്ദേഹത്തിന് ഇപ്പോൾ വൈദ്യശാസ്ത്രം, അതുപോലെ നിയമം, മതപരമായ കാര്യങ്ങൾ, ഇതിനെല്ലാം അങ്ങനെയുള്ള പഴയ സബ്ജക്ട്സുകളൊക്കെ അദ്ദേഹത്തിന് വളരെയധികം പ്രാവീണ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിലെല്ലാം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് മടുപ്പ് തോന്നിയിട്ട് അദ്ദേഹം മാന്ത്രിക വിദ്യ, മാജിക് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെ വാൾഡസ് അതുപോലെ കോർണേലിയസ് എന്നീ 2 മാന്ത്രികരെ വിളിച്ചിട്ട് അവരോട് ഈ മാജിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ് ഏഞ്ചൽ ഫോസ്റ്റസിന് ഇത്തരം ഒരു മാജിക് പഠിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈവിൾ ഏഞ്ചൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഗുഡ് ഏഞ്ചലിൻ്റെ തീരുമാനങ്ങളെ വകവെക്കാതെ ബാഡ് ഏഞ്ചലിൻ്റെ തീരുമാനങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ മാജിക് പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദെൻ ഇവിടെ ഫോസ്റ്റസ് മെഫിസ്റ്റോഫെലിസ് എന്ന് പറയുന്ന ഒരു ഡെവിലിനെ വിളിച്ചു വരുത്തിയിട്ട് ലൂസിഫറുമായിട്ട് വളരെ അപകടകരമായിട്ടുള്ള ഒരു കരാറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു കരാറിൽ സൈൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യം 24 ഇയേഴ്സിലേക്ക് യാതൊരു പരിധികളില്ലാത്ത അധികാരവും അറിവും എല്ലാം മെഫിസ്റ്റോഫെലിസിൻ്റെ സേവനവും കിട്ടിക്കഴിഞ്ഞാൽ പകരം തൻ്റെ ആത്മാവ് നൽകാം എന്നാണ് ഫോസ്റ്റസ് പറയുന്നത്. അതായത് മാജിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പരിധികളുമില്ലാതെ ഒരുപാട് അധികാരം അറിവുമൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെഫിസ്റ്റോഫെലിസിൻ്റെ സേവനമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 24 വർഷത്തിന് ശേഷം എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകാം എന്നാണ് ഫോസ്റ്റസ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഫൈനലി അവർ ആ കരാറിൽ ഒപ്പിടുകയാണ്. അപ്പോൾ ആ സമയത്ത് സൈൻ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ സമയത്ത് ഫോസ്റ്റസിന് വേണ്ടായിരുന്നു എന്നുള്ളൊരു പശ്ചാത്താപം തോന്നുന്നുണ്ട്. എന്നാലും ഫോസ്റ്റസ് ഫൈനലി അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാജിക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. മെഫിസ്റ്റോഫെലിസിൻ്റെ കൂടെ ഫോസ്റ്റസ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. അതുപോലെ മാന്ത്രിക വിദ്യ കൊണ്ട് അദ്ദേഹം വളരെയധികം പ്രശസ്തനായി. 24 ഇയേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. റോമിൽ പോപ്പിനെ കളിയാക്കുന്ന ഒരു സീൻ വരുന്നുണ്ട്. അതുപോലെ ജർമ്മൻ ചക്രവർത്തിയെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്ന ഒരു സീനുണ്ട്. വളരെ പരുഷമായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു യോദ്ധാവിൻ്റെ തലയിൽ കൊമ്പ് മുളപ്പിച്ച്, മാജിക് കൊണ്ട് കൊമ്പ് മുളപ്പിച്ച് അയാളെ കളിയാക്കുന്നുണ്ട്. അതേപോലെ കച്ചവടക്കാരനെ പറ്റിച്ചുകൊണ്ടും മഞ്ഞുകാലത്ത് മുന്തിരി ഉണ്ടാക്കി ഒരു ലേഡീനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം മാജിക് കൊണ്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഫോസ്റ്റസിന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളൊരു പശ്ചാത്താപം തോന്നും. ഈ ഡെവിളിൻ്റെ കൂടെ പോകുന്നതിന് പകരം ദൈവത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാം എന്നുള്ള ആഗ്രഹം വരും. പ്രത്യേകിച്ചും ഈ ഗുഡ് ഏഞ്ചൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഇതിനിടയിൽ. അതുപോലെ തന്നെ ഒരു ഓൾഡ് മാനെ ക്വസ്റ്റ്യൻ ക്യാരക്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾഡ് മാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓരോ സമയവും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ വേണ്ടായിരുന്നു എന്ന് ഫോസ്റ്റസിന് തോന്നും. പഴയ പോലെ ദൈവത്തിലേക്ക് തന്നെ മടങ്ങണമെന്ന് തോന്നും. പക്ഷേ ആ സമയത്ത് ഈ ഏഞ്ചൽ അവിടെ വരുന്നുണ്ട്. ഈ ഫോസ്റ്റസിനെ വീണ്ടും വീണ്ടും ആ മാജിക്കിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മെഫിസ്റ്റോഫെലിസ് അതുപോലെ ലൂസിഫറൊക്കെ ബൈ ചാൻസ് ഈ ഫോസ്റ്റസ് അങ്ങനെ തിരിച്ചു മടങ്ങിയാലോ എന്ന് കരുതിയിട്ട് എപ്പോഴും ഫോസ്റ്റസിനെ കൂടുതൽ പൈശാചികമായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും അതിൽ തന്നെ വിശ്വസ്തനായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രേരണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ഫോസ്റ്റസ് ഭയങ്കര ആവശ്യമില്ലാത്ത ഭയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ട്രോയിലുള്ള ഹെലനെ കാമുകിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടും പോലും ഇദ്ദേഹത്തിനെ ഇവിടെ തന്നെ ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 24 ഇയേഴ്സിൽ
ഫോഴ്സസിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഈ 24 ഇയേഴ്സും ദൈവത്തിലേക്ക് മടങ്ങാൻ കഴിയാതെ ഫോസ്റ്റസ് ഇവരുടെ കൂടെയുള്ള ഒരു സഹവാസത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ കഴിയാതെയാണ് പോകുന്നത്. അങ്ങനെ 24 ഇയേഴ്സോടെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം ഈ 24 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോളിനെ തിരികെ നൽകാമെന്നാണ് ഫോഴ്സസ് ഇവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോഴ്സസിനാകെ മൊത്തം ഭയപ്പാടുകൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. ലൂസിഫറുമായിട്ടുള്ള ഈ കരാറിനെ കുറിച്ച് അദ്ദേഹം വേറെ ഒരുപാട് സ്കോളേഴ്സിനോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരൊക്കെ ഫോഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവസാനത്തെ മണിക്കൂറുകളായി വന്നു. ഫോഴ്സസ് കൂടുതൽ സമയത്തിനായിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, കൂടുതൽ പശ്ചാത്താപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും മനസ്സ് മാറ്റാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈവിൾ ഏഞ്ചലിൻ്റെ സ്വാധീനമുണ്ടായേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനത്തെ ആ രാത്രിയുടെ ഏറ്റവും അവസാനമായിക്കോ അവിടെ ഒരുപാട് ഡെവിൾസ് മറ്റുള്ള ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി ഹെല്ലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെവിൾസൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഹെല്ലിലേക്ക് ഫോഴ്സസിനെ കൊണ്ടുപോവാണ്. ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ ഈ ഒരു പ്ലേ അവസാനിക്കുന്നിടത്ത് ഒരു വാണിംഗ് ഉണ്ട്. ഫോഴ്സസിനെ പോലെ ദൈവത്തിനും അതുപോലെ മനുഷ്യപരിധിക്കും എതിരായ അറിവുകളും അധികാരമൊക്കെ നേടാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ഒരു മനുഷ്യൻ്റെ പരിധികൾക്ക് അപ്പുറത്തേക്കുള്ള ആഗ്രഹങ്ങളിൽ വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫോഴ്സസിനെ പോലെയുള്ള ഒരു അവസാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു വാണിങ്ങിലാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സിലേക്ക് ഒന്നുകൂടി വരാം. ആദ്യം നിങ്ങൾക്ക് ഞാൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സമയത്ത് ആ പേരുകൾ അത്രയധികം നിങ്ങൾക്ക് കണക്റ്റഡ് ആവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സസ് ഉണ്ട്. ഫോഴ്സസ് ആരാണ് നമുക്ക് മനസ്സിലായി. മെഫിസ്റ്റോഫിലിസ് ആരാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഗുഡ് ഏഞ്ചൽ, ബാഡ് ഏഞ്ചൽ, അതുപോലെ കോറസ്, പിന്നെ ഇടയിൽ വന്നിട്ട് തിരികെ മടങ്ങാൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഓൾഡ് മാൻ. അതുപോലെ പിന്നെ ഇടയ്ക്ക് വന്നിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഈ 24 ഇയേഴ്സിൽ ഇദ്ദേഹം മാജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കളിയാക്കിയവരും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ ആളുകളാണ് ഇതിനകത്ത് പിന്നീട് വന്നിട്ടുള്ള മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഡോക്ടർ ഫോഴ്സസിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 6-7 അതിനുശേഷമുള്ള മൈനർ ക്യാരക്ടേഴ്സും പിന്നീട് വന്ന ഇൻസിഡൻസും ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാജിക് എൻഡുമാണ് നമ്മൾ ഡോക്ടർ ഫോഴ്സസിൽ കാണുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തീംസ് ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പോൾ തീംസ് ആയിട്ട് എടുത്ത് പറയുന്നത് റിനൈസൻസ് വേഴ്സസ് മിഡീവൽ. റിനൈസൻസ് കാലഘട്ടത്തിൽ അംബിഷൻസ് ഫോർ നോളജ് എന്ന് പറയുന്ന കോൺസെപ്റ്റും അതേപോലെ തന്നെ മിഡീവൽ ക്രിസ്ത്യൻ മൊറാലിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ട്രാജിക് ഹീറോ. ഇവിടെ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോഴ്സസ് ഒരു ട്രാജിക് ഹീറോയാണ്. അതേപോലെ തന്നെ മൊറാലിറ്റി പ്ലേ എലവൻസ്. ഒരു മൊറാലിറ്റി പ്ലേ എന്താണ്? മിസ്റ്ററി പ്ലേസ്, മിറാക്കിൾ പ്ലേസ് ഒക്കെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ മൊറാലിറ്റി പ്ലേ ഒരു കാര്യം ഒരു സ്റ്റോറിയിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുന്നത് പോലെയാണല്ലോ, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഗുഡ് ആൻഡ് ഈവിൾ ഏഞ്ചൽ, 7 ഡെഡ്ലി സിൻസ്, ഡാമിനേഷൻ എക്കോ, അതൊക്കെ മെഡീവൽ ഡ്രാമയുടെ സ്പെഷ്യാലിറ്റിയാണ്. അതിവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മാർലോയുടെ മൈറ്റി ലൈനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണത്. അപ്പോൾ അതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എസ്സേയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. സോ ഇങ്ങനെയൊക്കെ ഡോക്ടർ ഫോഴ്സസ് എന്ന് പറയുന്നത് റിമൈൻഡ്സ് ദ ഗ്രേറ്റസ്റ്റ് എലിസബത്തൻ ട്രാജഡി ബിഫോർ ഷേക്സ്പിയർ ഷോയിങ് ദ കോസ്റ്റ് ഓഫ് ലിമിറ്റ്ലെസ് അംബിഷൻസ്. അതായത് വില്യം ഷേക്സ്പിയറിൻ്റെ ഡ്രാമകളൊക്കെ വരുന്ന സമയത്ത്, ട്രാജഡിക്ക് വരുന്ന സമയത്തിൻ്റെ മുന്നേ ആയിട്ട് എടുത്തു പറയപ്പെടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്. നേരത്തെ പറഞ്ഞ മാർലോസ് മൈറ്റി ലൈൻ ഇവിടെ വളരെ ഷോർട്ടായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. പക്ഷേ കുറച്ചും കൂടി ഒരു 5 മാർക്സിനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഒരു എന്താണ് മൈറ്റി ലൈൻ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഈ ടേം യൂസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ മാർലോയുടെ ഈ ബ്ലാങ്ക് വേഴ്സ് ആ ഒരു സ്റ്റൈലിനെയാണ് പറയുന്നത്. ആ ടേം യൂസ് ചെയ്തിട്ടുള്ളത് ബെൻ ജോൺസൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ മൈറ്റി മീൻസ് വളരെ പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ്, ഗ്രാൻഡ് ആൻഡ് മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ആയതുകൊണ്ടാണ് മാർലോസ് മൈറ്റി ലൈൻ എന്ന് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വർക്കിനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
മ്യൂസിക് ആണെങ്കിലും ഇമോഷണൽ ഫോഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു പവർഫുള്ളായിട്ടുള്ള വേർഡ്സുകളും ഒക്കെ ചേർത്ത് വെച്ച് വളരെ മനോഹരമായ രീതിയിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് ഈ മൈറ്റി എന്നുള്ള വാക്കുകൊണ്ട് ബെൻ ജോൺസൺ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ എസ്സേ വരികയാണെങ്കിൽ ഡോക്ടർ ഫോസസിൻ്റെ ട്രാജിക്കൽ ഹിസ്റ്ററിയെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ മാർലോയുടെ മൈറ്റി ലൈനിനെ കുറിച്ച് വരാം, സെപ്പറേറ്റ് ആയിട്ടും വരാം, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് ജനറലായിട്ടൊരു എസ്സേ ആയിട്ടും വരാം. സോ അപ്പോൾ എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.